ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ മസാലയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ മസാല തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിൽ കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചോളൂ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഈ ഒരു പാകത്തിലൊക്കെ മതിയാവും. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ ഓയിലേക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. അതാണ് ഈ ഒരു മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇവിടെ ഒന്ന് വാടി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ട, നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിലും ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം, ചൂടുവെള്ളമാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. 10-15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഇപ്പം തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാല കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചുകൊണ്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വഴറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിലൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല, കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട്
ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് ചെമ്മീൻ റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്